ഈ മെഷീനകത്ത് ഒട്ടിച്ചു വന്നതിൻ്റെ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു ക്വാളിറ്റി. അതായത് ഇതൊരു ക്യാബിന് ഞങ്ങൾ മിനിഫിക്സിൽ അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂ ഒന്നും വിസിബിൾ ആയിട്ടിരിക്കില്ല. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മൈലത്താണ്. നമ്മളൊരു വീട് നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീടിന്റെ ഇന്റീരിയർ വർക്കുകളാണ്. ഇന്റീരിയർ വർക്കുകളാണ് ഒരു വീടിന്റെ ഭംഗി കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇന്റീരിയർ വർക്കുകൾ. ഈ സംഭവത്തിലാണ് ഒരുപാട് കള്ളത്തരങ്ങൾ, കബളിപ്പിരികൾ നടക്കുന്നത്. കാര്യം ഇന്റീരിയർ വർക്കുകൾ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഏതെങ്കിലും കോൺട്രാക്ടർ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ട് പോകും. പക്ഷേ കാലക്രമേണ മാത്രമേ നമുക്ക് ഇതിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇന്റീരിയർ വർക്കുകൾ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഉത്തരവാദിത്വത്തോടു കൂടി നമുക്ക് കണ്ണുടച്ച് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരു ഇന്റീരിയർ കമ്പനിയാണ്. ഇവരുടെ പ്രത്യേകത, ഇവർ ചെയ്യുന്ന എല്ലാ ഇന്റീരിയർ വർക്കുകൾക്കും 15 വർഷത്തെ ഉറപ്പായ ഗ്യാരണ്ടി നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പല ഇന്റീരിയർ വർക്കുകളും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഇന്റീരിയർ മെറ്റീരിയൽസുകൾ നിർമ്മിക്കുന്നത് നമുക്ക് ഈ മാനുഫാക്ചറിങ് കമ്പനിയിൽ വന്ന് നേരിട്ട് കണ്ട് ഉറപ്പാക്കി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ്, ഏവർക്കും സുപരിചിതമായ ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ ഒരു ഇന്റീരിയർ മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. സ്ഥാപനത്തിന്റെ പേര് എൻ്റെ വീട് ഇന്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ വീട് ഇന്റീരിയേഴ്സിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരുന്ന കാര്യമല്ല. കൊട്ടാരക്കരയിൽ മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇവരുടെ ഇന്റീരിയർ വർക്കുകൾ അവർ ചെയ്ത് വളരെ സംതൃപ്തരായ അനവധി കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും ഈ കമ്പനിക്കുള്ളിൽ കയറി ഇതിന്റെ ഓണർ ഒന്ന് പരിചയപ്പെടാം, ഇതിനകത്ത് നടക്കുന്ന വർക്കുകൾ ഒന്ന് പരിചയപ്പെടാം. കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ വെച്ചിരിക്കാം. ആവശ്യക്കാരെന്തായാലും ഈ ഒരു നിങ്ങളുടെ വീട് നിർമ്മാണ സമയത്ത് ഈ ഒരു കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയറുക. അപ്പോൾ നമ്മൾ എൻ്റെ വീടിന്റെ ഡയറക്ടറെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. എന്താണ് പേര്? ശ്യാംലാൽ. ശ്യാംലാൽ ചെറുപ്പക്കാരനാണ്. ഏകദേശം 15 വർഷമായിട്ട് ഞങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. 2017 എൻ്റെ വീടെന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2017 ഞങ്ങളുടെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യും. 2019 ഞങ്ങൾ എൻ്റെ വീട് ഇൻറ്റീരിയേഴ്സ് ഫാക്ടറി, അതായത് മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ ഇവിടെ കൊട്ടാരക്കരയിൽ മൈലത്തു നിന്ന് പട്ടാഴി പോകുന്ന റൂട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ടായി. അപ്പം ഞങ്ങളുടെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത്. ഇത് അർഹതയുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിൻ ഇപ്പോൾ നിലവിലുള്ള ഒരു ടാസ്ക് തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളം റീച്ചുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ റീച്ച് കണ്ടിട്ടാണ് പലരും പല ക്ലയൻസും ഇതറിയാതെ, അതായത് റീച്ച് കണ്ടതിന് ശേഷം പ്രോജക്റ്റ് അവർക്ക് കൊടുക്കുകയും പ്രോപ്പറായിട്ടുള്ള ഫിനിഷിങ് പ്രോജക്റ്റിന് ഉണ്ടാവാതിരിക്കുക, പ്രോപ്പറായിട്ടുള്ള സമയത്ത് തീർക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ നമ്മൾ പലപ്പോഴും പലരും ചെയ്ത വർക്കുകൾ ഡിസ്പോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലരും വളരെ മോശം അവസ്ഥ ഫേസ് ചെയ്തതായിട്ട് നമ്മളോട് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഫാക്ടറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്, അതായത് നിങ്ങളുടെ പ്രൊജക്റ്റ് നമ്മളുമായിട്ട് സമീപിക്കുമ്പോൾ നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും കൃത്യമായ അതിൻ്റെ ഗുണനിലവാരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. പ്രധാനമായിട്ടും ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയെ നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ എന്നുള്ളത് ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ആൾ, അവർക്ക് ആ ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിക്ക് നമുക്കൊന്ന് അന്വേഷിച്ച് ചെല്ലാനായിട്ട് ഓഫീസ് വേണം. അതുപോലെ തന്നെ ആ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് വേണം. ഈ മാനുഫാക്ചറിങ് യൂണിറ്റിലെ ഇതിൻ്റെ മെഷീനറികളുടെ ഒരു ഗുണനിലവാരം, ആ പ്രൊഡക്റ്റുകൾ എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഓരോ പ്രൊഡക്റ്റുകളും അതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞങ്ങളിതാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം അതുപോലെ തന്നെ കൃത്യമായിട്ട് വാങ്ങിക്കുന്ന എമൗണ്ടിന് GST ബില്ല് തരുന്നുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിനിമം നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക്, അതായത് ഒരു 15 വർഷത്തെ വാറണ്ടിയും എങ്കിലും മിനിമം തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വക ക്രൈറ്റീരിയകൾ എല്ലാം പാലിച്ച് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് നമ്മൾ നേരെ കഴിഞ്ഞ് കൊല്ലം ചന്ദ്രത്തുള എത്തി. എനിക്ക് പിന്നിൽ കാണുന്നത് അറബിക് സ്റ്റൈലുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ ഓണർക്ക് ഒരേ നിർബന്ധം, അതായത് അറബിക് സ്റ്റൈലിലായിരിക്കണം ഇതിൻ്റെ ഇൻറ്റീരിയൽ. അങ്ങനെയാണ് ഇവർ എൻ്റെ വീടിനെ സമീപിച്ചത്. പിന്നെ പറയണ്ടല്ലോ, അവർ നല്ല കീഴിലും ഒരു ഡിസൈൻ അങ്ങ് നമ്മളെ കമ്പ്യൂട്ടറിൽ വരച്ചാൽ കൊടുത്തു. അമ്മ അതിലുള്ള ഡിസൈൻ ഇതിൻ്റെ അകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കയറി കാണാം. അപ്പോൾ ഈ ഒരു കസ്റ്റമർ ഇത് വർക്ക് തുടങ്ങും, അതായത് ഇവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആക്ച്വലി പുള്ളിക്ക് ഒരു അറബിക് തീമിൽ തന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വേണമെന്ന് പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം എക്സ്റ്റീരിയർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം പിന്നെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോഴും അതും ഒരു അറബിക് ടച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മളോട് പുള്ളിയുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് നമ്മൾ ഒരു അറബിക് സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായത് ഇത് 1 by 1 ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയും അത് പുള്ളിക്ക് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം അത് 1 by 1 ആയിട്ട് തന്നെ നമുക്കത് അപ്രൂവ് തരികയും ചെയ്തു. അതിനുശേഷം പിന്നെ പ്രോജക്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 85% ഇപ്പം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷ്വൽ നമുക്ക്, അതായത് ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള അപ്ഡേറ്റ് എന്നുള്ളത് നമുക്ക് കാണാം. ഷിജിത ഇവിടെ ഒരു ലിവിങ് സ്പേസ്, അതായത് മെയിനായിട്ട് എൻട്രി ചെയ്യുമ്പോൾ ഉള്ളൊരു ലിവിങ് സ്പേസ് ഇതാണ്. ഇവിടെ നമ്മൾ വെയിൻസ്കോട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൽ നമ്മൾ ഇതിനെല്ലാം വാളുകളെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വെയിൻസ്കോട്ട്. അതുപോലെ തന്നെ ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നോർമൽ സീലിംഗ് ആണ് മുകളിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ വുഡൻ ഫിനിഷിൽ ഇവിടെ ഒരു ബീം ഉണ്ടായിരുന്നു. ഈ ബീമിനെ നമ്മൾ കവർ ചെയ്തു. വുഡൻ ടെക്സ്റ്ററിൽ തന്നെ നമ്മളത് കവർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനൊരു കോറിഡോറുണ്ട്. ഈ കോറിഡോറിനെ നമ്മൾ ലോവർ പാനലുകൾ കൊണ്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൈറലായിട്ട് വരുന്ന സ്റ്റെയർ കേസാണ്. ഇത് സ്റ്റീലും അതായത് MS-ഉം വുഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫിനിഷിങ്ങിൽ വരാൻ പോകുന്നത്. ഇതാണ് ഈ ഒരു മെയിൻ ലിവിങ് റൂമിൽ വരുന്ന മെയിൻ ഹൈലൈറ്റ്സ്. ഇനി ഇത് കൂടാതെ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് വെയിൻസ്കോട്ടുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. HDF-ൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ CNC-യിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു TV യൂണിറ്റ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് PU ഫിനിഷിലാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ വിൻഡോകളെല്ലാം ഹാഫ് റൗണ്ടായിട്ട്, മുകളിൽ ഹാഫ് റൗണ്ടായിട്ട് അല്ലെങ്കിൽ ആർച്ച് രീതിയിലാണ് നമുക്ക് വിൻഡോകൾ കാര്യങ്ങളെല്ലാം വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 80% വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനൽ എല്ലാം ഫർണിഷ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് പാറ്റേൺസും എല്ലാം വന്നു കഴിയുമ്പോൾ കൂടുതൽ മനോഹരമാകും. നിലവിൽ നമുക്ക് ഈ കോറിഡോർ കയറി വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. വാഷ് ബേസിൻ യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഈ അറബിക് ഡിസൈൻസിൽ എപ്പോഴും ഒരു കർവ് എപ്പോഴും ആ ഡിസൈൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ വാഷ് ബേസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു കർവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലാമിനേറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. കൂടാതെ ലെഫ്റ്റ് സൈഡിൽ ലൂവർ പാനലുകളാണ്. അതുപോലെ തന്നെ ബോട്ടം സ്പേസിൽ നമുക്ക് ഇൻവെർട്ടർ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ക്ലയൻറ്റിൻ്റെ പ്ലാൻ. ഇത് നിസ്കാര റൂമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം നിസ്കാര റൂമിൽ ഹൈലൈറ്റ് വാള് ഇതാണ് ഹൈലൈറ്റ് വാളായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഇനി വാള് ചെയ്യാനുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഫ്ലോറ് നോർമലി ഉള്ള ഹൈറ്റിനേക്കാളും കുറച്ചും കൂടെ മുകളിലോട്ട് നമുക്ക് ഫ്ലോർ ഹൈറ്റ് ആക്കേണ്ടത് ഒരു 10 സെൻറ്റിമീറ്ററോളം ഹൈറ്റിൽ കാർപ്പറ്റ് വിരിക്കാനാണ് പ്ലാൻ. പിന്നെ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഉദു എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു അതായത് ആ ഉദുവിൻ്റെ ഭാഗമായിട്ട് തന്നെ കാല് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബേസിൻ ഇവിടെ സ്ഥാപിക്കുന്നതാണ്. നിലവിൽ ഇതാണ് ഇവിടെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൽ ഇതൊരു ക്രോക്കറി ഷെൽഫാണ്. ഇതിൻ്റെ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൺസോളുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു കൺസോള് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ വർക്കുകൾ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് 2 കിച്ചണാണ് ഉള്ളത്. അതായത് അതായത് ഇത് ഓപ്പൺ കിച്ചണാണ്, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്.
തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റൊരു കിച്ചണുണ്ട്, അത് വർക്ക് ഏരിയ പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെ ഉത്തരവാദിത്തമുള്ള മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമീപിക്കാവുന്ന കമ്പനിയാണ് എൻ്റെ വീട് ഇൻറ്റീരിയർ കമ്പനി. അപ്പോൾ വീഡിയോയിൽ ഞാൻ കോൺടാക്ട് നമ്പർ എടുത്തിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെട്ടുള്ളൂ.